ചിക്കൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഹൈദരാബാദി ഗ്രീൻ ചിക്കനാണ്. നല്ലൊരു അടിപൊളി ഡിഷാണത്, ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. അവിടുത്തെ ഫേവറേറ്റ് സംഭവമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കണം, നമുക്ക് നേരെ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു 3-4 തവണ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടതിനെ ഇനി നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് മസാല മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാണ്ട് ഒരു ചെറിയൊരു ഉരുളി വെച്ച് കൊടുക്കാം. കുറച്ച് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കണം, വറുത്തെടുക്കുക. ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് ആ ഗ്രീൻ ചിക്കൻ്റെ മസാല ആവുള്ളൂ. അപ്പോൾ നമ്മുടെ സംഗതി റെഡിയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സംഭവം കൂടി നമുക്ക് വറുത്തെടുക്കാനുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉള്ളി നമുക്ക് വറുത്തെടുക്കാനുണ്ട്. കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായാണ് ഇതിനെ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ബദാമും പിസ്തൻ്റെയും കൂടെ ഇതിനെയും കൂടി ഇട്ട് അരച്ചെടുക്കാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനെ മസാല മിക്സ് ചെയ്യാം. ആദ്യം ഒരല്പം കുരുമുളക് പൊടി, ഒരുപാടിരുത്, ഗ്രീൻ ചിക്കനാണ്. കുറച്ച് ഏലക്കായ പൊടിച്ചത്, നമ്മൾ പൊടിച്ചതാണ്. ഒരല്പം ഗരം മസാല, ഒന്നും അധികം പോകരുത് പൊടികളൊന്നും. കുറച്ച് മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു നാരങ്ങ, ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി കുറച്ച് തൈര്, ഇനി കുറച്ച് മല്ലിയില, ഇതാണ് മെയിൻ സാധനം. അതുപോലെ പുതിനയില, ഇനി എരിവിന് കുറച്ച് പച്ചമുളക്. ഇതൊക്കെ കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ട് മിക്സിയിൽ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഗ്രീൻ കളർ വരുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. ഇത് ഫുഡ് കളറൊക്കെ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കില്ല. ഇനി 1-2 സാധനങ്ങൾ കൂടി നമ്മൾ ചേർക്കാനുണ്ട്. അതുകൂടെ ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർക്കണം. ഇനി നമുക്ക് നമ്മൾ വറുത്ത ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് ഇത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നമ്മൾ അടിച്ചെടുക്കാം. രണ്ടാമത്തെ സാധനം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സംഗതി റെഡി. ഇത് കുറച്ച് കളർ കൂടുതൽ വേണമെങ്കിലാണ് കളർ പൊടി ഉപയോഗിക്കുന്നത്. കളർ പൊടി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളർ പൊടി ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും ഒരു മണിക്കൂർ മേലെ റെസ്റ്റിലിരിക്കണം, എങ്കിൽ മസാലയൊക്കെ ശരിക്കും പിടിക്കുള്ളൂ. ഇതിനകത്ത് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒരു മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമുക്കിനി ഒരു ഉരുളി വെച്ച് നമ്മുടെ ഗ്രീൻ ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കാം. പട്ടയും ക്രാമ്പും ഇട്ട് കൊടുക്കുക. ഒരല്പം ജീരകം, ചെറിയ ജീരകം, ഇനി നമുക്ക് നമ്മുടെ
ഗ്രീൻ ചിക്കൻ. നമുക്കിന് കുറച്ച് തീ കൂട്ടി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ട. വെള്ളം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർക്കാം. നമ്മൾ വെള്ളം ചേർക്കില്ല. വെള്ളം ചേർക്കാൻ ഉണ്ടാക്കാൻ നോക്കാം, ശ്രമിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങും. നമുക്ക് തുറക്കാം. വെള്ളമൊക്കെ ഇറങ്ങിയില്ലേ. ഇനി നമുക്ക് തീ കുറച്ച് പതുക്കെ അതൊന്ന് നല്ലപോലെ വേകാനായിട്ട് കുറച്ച് നേരം തീ കുറച്ച് വേവിക്കാം. പതുക്കെ തീ കത്താൻ കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് ചിക്കൻ വെന്ത് മസാല നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. നമ്മുടെ സംഗതി റെഡിയായിട്ടുണ്ട്. കുറച്ച് മല്ലിയില മാത്രം കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ വന്ന് സ്റ്റൈൽ കണ്ട സൈഡ് ഇങ്ങനെ എണ്ണയൊക്കെ വന്നിട്ട് മതി. നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ഇറക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി തിക്കാവും. നമുക്ക് പൊറോട്ടിനൂടെ ചപ്പാത്തിനൂടെ എന്തിനോട് വേണമെങ്കിൽ കഴിക്കാം. ഇറക്കി വയ്ക്കാം. എൻ്റെ പൊന്ന് എന്താ മണം, സഹിക്കാൻ പറ്റുന്ന മണം. ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. കാട് കാണാൻ ചന്തം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രേവി ഇല്ലേ നോക്കാം. സൂപ്പറായിട്ടുണ്ട്. സംഭവം സൂപ്പർ. അടിപൊളി സൂപ്പർ സാധനം. ചപ്പാത്തി ചിലപ്പോൾ ഉപ്പ് കൂടിയാ. ഇല്ല കറക്റ്റാണ്. ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കണം. സംഭവം സൂപ്പർ. നമുക്ക് പൊറോട്ടിന് കൂടെയോ ചപ്പാത്തിനൂടെ എന്തിനൂടെ വേണമെങ്കിൽ കഴിക്കാം. അടിപൊളി സാധനം. നല്ല സൂപ്പർ മസാല അല്ലേ. എന്നാലും ഗ്രേവി ഒക്കെ നല്ല മണമുണ്ടല്ലേ. പുതിയൻ്റെയും ആ മല്ലിൻ്റെയും നല്ല ഫ്ലേവർ അല്ല. സൂപ്പർ. നല്ല അടിപൊളി സംഭവം ഉണ്ട്. എന്തായാലും അടിപൊളി സംഭവം. കാല് ശരിക്കും ഇങ്ങനെ എടുത്തിട്ട് പൊളി സാധനം. പറ്റുകയാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി സംഭവമാണ്. ഒന്നും പറയാനില്ല. സൂപ്പർ അടിപൊളി ഹൈദരാബാദി മസാല ചിക്കൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കട്ടെ, എല്ലാം ട്രൈ ചെയ്യട്ടെ. സൂപ്പർ സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നേക്കും. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തീരുന്നതുവരെ, ഈ ലോക്ക്ഡൗൺ തീരുന്നതുവരെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളായിരിക്കും. അപ്പോൾ തീർച്ചയായും മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പട്ട
ഒന്നും പറയാല്ല, അടിപൊളിയല്ലേ, സൂപ്പർ പൊളി സാധനം. അപ്പോൾ ഇതിൽ നല്ല വ്യത്യസ്തമായ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.